ഈ സുരേഷ് ഗോപിയെ CPM-ന് നേരത്തെ തന്നെ ഭയമാണ്. കലുങ്ക് സംവാദം തൃശൂരിന് പുറത്തേക്ക് കൂടി വ്യാപിച്ചതോടെ ആ ഭയം മൂർധന്യാവസ്ഥയിലെത്തി. അതോടെ പൊട്ടിത്തെറിയും സംഭവിച്ചു. ഇന്ന് മുതൽ സുരേഷ് ഗോപിക്കെതിരെ നിരവധി വ്യാജ പ്രചരണങ്ങളാണ്. അപ്പോൾ ആ വ്യാജ പ്രചരണങ്ങളെ നമുക്ക് പ്രതിരോധിക്കണമല്ലോ. നമസ്കാരം. അപ്പോൾ സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്ന കലുങ്ക് സംവാദം എന്നുള്ളത് തൃശൂർ ജില്ലയ്ക്ക് പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കപ്പെട്ടു. അതോടെ കോട്ടയത്തും കലുങ്ക് സംവാദം നടന്നു. അതോടെ CPM-ന്റെ ഭയം എന്നുള്ളത് മൂർധന്യാവസ്ഥയിലെത്തി. ഇന്ന് നേരം വെളുത്തപ്പോ പെട്ടെന്ന് എല്ലാ പ്രമുഖ മാധ്യമങ്ങളിലും ഒരു വ്യാജ വാർത്ത അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ദുഷ്പ്രചരണം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് BJP സംസ്ഥാന നേതാക്കള് സുരേഷ് ഗോപിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. അതിൽ പ്രധാന വിഷയം എന്ന് പറയുന്നത് എയിംസ് ആണ്. അപ്പോ ഈ BJP-ക്കകത്തുള്ള നേതാക്കൾ തന്നെ കേന്ദ്രത്തിലോട്ട് ഒരു പരാതി കൊടുത്തിരിക്കുന്നു. സുരേഷ് ഗോപിയെ അടക്കി നിർത്തണം, സുരേഷ് ഗോപിയുടെ നാവിന് കടിഞ്ഞാണിടണം എന്നുള്ള ഒരു ആവശ്യമാണ് അവര് കേന്ദ്ര നേതൃത്വത്തിൽ വെച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ പ്രധാനമായിട്ട് നോക്കേണ്ടത് എന്താണ് CPM-ന്റെ ഭയം എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ജില്ലയില് വോട്ട് നേടിയത് എത്രയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ തന്നെ അവരുടെ ഉറക്കം കെടുത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എയിംസ് എന്ന് പറയുന്നത് കൂടി ആലപ്പുഴയിൽ വരും എന്നുള്ള ഒരു രീതിയിൽ സുരേഷ് ഗോപി സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയമുണ്ടാക്കുന്നത് CPM-ലാണ്. കാരണം CPM ആണല്ലോ സമരങ്ങൾ നടത്തി ഈ ആലപ്പുഴ ജില്ലയുടെ വികസനം എന്നുള്ളത് ഇല്ലാതാക്കിയത്. അതുപോലെ തന്നെ ആ ആലപ്പുഴ ജില്ലയെ നശിപ്പിച്ചതും CPM ആണല്ലോ. അപ്പോൾ സമരങ്ങളുടെ ഭൂമി എന്ന് അറിയപ്പെടുന്ന ഒരു ജില്ലയാണ് ഈ ആലപ്പുഴ എന്ന് പറയുന്നത്. അവിടേക്ക് വികസനം എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ CPM ഔട്ടാവുന്നു എന്നുകൂടി ഒരർത്ഥം വരുന്നുണ്ട്. അപ്പോ ആ ഒരു സാഹചര്യത്തില് ആലപ്പുഴ CPM ജില്ലാ കമ്മിറ്റി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. അതായത് എയിംസ് എന്ന് പറയുന്നത് ആലപ്പുഴയിൽ വരുത്താൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തീരുമാനമെടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തന്നെ ഒരു പത്രക്കുറിപ്പ് ഇറക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്. എനിക്ക് ഈ CPM-കാരോട് ചോദിക്കാനുള്ളത്, ഈ കേരളം ഭരിക്കുന്നത് ഈ CPM-ന്റെ തന്നെ മുഖ്യമന്ത്രിയാണ്, അതായത് പിണറായി വിജയനാണ്. അപ്പോ എയിംസുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടത്തേണ്ടത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലാണ്. അപ്പോ ആ ഒരു സാഹചര്യത്തില് നിങ്ങൾ ആദ്യം പറയേണ്ടത് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് കേന്ദ്രവുമായിട്ട് ചർച്ച നടത്തുക, എന്നിട്ട് ഒരു ധാരണയിലെത്തുക എന്നുള്ളതാണ്. അപ്പോ കേന്ദ്രത്തിന്റെ മനസ്സിലാകും അവർക്ക് ആലപ്പുഴയിലാണോ എയിംസ് കൊടുക്കാൻ താല്പര്യം എന്നുള്ളത്. അല്ലാതെ BJP-ക്കാരല്ല നിങ്ങളുടെ വിഷമം തീർക്കാൻ വേണ്ടി രംഗത്തിറങ്ങേണ്ടത് എന്നുള്ളതാണ്. ഇനി ഈ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഈ ഒരു കാര്യത്തിൽ മീഡിയ 1 ആദ്യം തന്നെ ന്യൂസ് കൊടുത്തു. ഇന്ന് 24 ന്യൂസും അതേ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. മാത്രമല്ല ഈ റിപ്പോർട്ടർ ചാനലിന്റെ സ്മൃതി പരുത്തിക്കാട് ഒന്നുകൂടി കടത്തിവെട്ടി വ്യക്തമായിട്ട് അത് പറഞ്ഞു. അതായത് സുരേഷ് ഗോപി പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്ത്? എയിംസ് ആലപ്പുഴയിലല്ല എന്നുണ്ടെങ്കിൽ അത് സ്റ്റാലിനോട് ഞാൻ വിളിച്ചു പറയും, തമിഴ്നാട്ടിലോട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോ, പൊള്ളാച്ചിയിലേക്ക് കൊണ്ടുപോയിക്കോ എന്നുള്ളത്. കൃത്യമായിട്ട് ഒന്നാമത്തെ കലുങ്ക് സംവാദത്തിലാണ് സുരേഷ് ഗോപി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയത്. അതായത് എയിംസ് എന്നുള്ളത് ട്രിവാൻഡ്രത്താണെന്നുണ്ടെങ്കിൽ സമ്മതിക്കില്ല, ആലപ്പുഴയിലല്ല കേരള സർക്കാർ സ്ഥലമെടുത്തു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ അത് തൃശ്ശൂര് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും, അത് ഒരു സമരമായി തന്നെ ഞാൻ ഏറ്റെടുക്കും എന്നുള്ളതാണ്. അപ്പോ ഈ തമിഴ്നാട്ടിലോട്ട് സ്റ്റാലിനോട് കൊണ്ടുപോകാൻ പറഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, തൃശ്ശൂര് ഫോറൻസിക് റിസർച്ച് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം വരുത്താൻ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നു. പക്ഷെ നിർബന്ധമായിട്ടും തൃശ്ശൂരില് ആ സ്ഥലം കൊടുക്കില്ല എന്നുള്ള ഒരു വാശിയിലാണ് കേരളത്തിലെ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാലിനോട് പൊള്ളാച്ചിക്കോ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറയും എന്നുള്ളതാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. അല്ലാതെ എയിംസ് അല്ല. സുരേഷ് ഗോപി അത്ര മണ്ടനല്ല. കാരണം ഒരു സംസ്ഥാനത്തിന് ഒരു എയിംസ് എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. അങ്ങനെ 26 എയിംസ് ഓൾറെഡി ഇന്ത്യയിലുണ്ട്. കർണാടകയിൽ എയിംസ് ഇല്ല, പക്ഷെ തമിഴ്നാട്ടില് എയിംസ് ഉണ്ട്. ആ എയിംസ് എന്ന് പറയുന്നത് മധുരയിലാണ്. അപ്പോ തമിഴ്നാട്ടിലേക്ക് കൊടുക്കാൻ പറ്റില്ല. ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ് നടത്തുന്നത് എന്നാണ് വ്യക്തമാവുന്നത്. ഇനി MT രമേശ് കൃത്യമായിട്ട് ഇതുപോലെ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഇവിടെ കേരളത്തിൽ ആലപ്പുഴയിലല്ല എന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലോട്ട് പോകട്ടെ എന്നുള്ളത്. അതായത് തമിഴ്നാട്ടിലോട്ട് പോകട്ടെ എന്ന് സുരേഷ് ഗോപി പറഞ്ഞതിനെ MT രമേശ് എതിർത്തു എന്നാണ് സ്മൃതി പരുത്തിക്കാട് വാർത്തയിലൂടെ ഇൻട്രൊഡക്ഷൻ കൊടുത്തത്. പക്ഷെ അവിടെ ഈ MT രമേശിന്റെ ബൈറ്റ് കാണിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് യാതൊരു പരാമർശവുമില്ല. അദ്ദേഹം വ്യക്തമായി പറഞ്ഞത് കേരളത്തിൽ വരണം എന്നേ BJPക്ക് ആഗ്രഹമുള്ളൂ, കേരളത്തിൽ എവിടെ വരണം എന്നുള്ളത് BJPക്ക് നിശ്ചയിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് MT രമേശ് പറഞ്ഞിരിക്കുന്നത്.
ഇനി അടുത്തൊരു കാര്യം വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്, വി മുരളീധരനും സുരേഷ് ഗോപിയെ എതിർത്തല്ല സംസാരിച്ചിരിക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് ചർച്ച നടത്തിയാണ് ഇതെവിടെ വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. മാത്രമല്ല പ്രാദേശിക നേതാക്കൾക്ക് അവരവരുടെ സ്ഥലങ്ങളിൽ തന്നെ വികസനം വരണം, അതിന്റെ ഭാഗമായിട്ട് എയിംസ് അവരുടെ ജില്ലയിൽ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ടാകും. അത് സ്വാഭാവികമല്ലേ എന്നുള്ളതാണ്. അല്ലാതെ സുരേഷ് ഗോപിയെ എതിർത്തുകൊണ്ട് യാതൊരു കാര്യവും അദ്ദേഹവും പറഞ്ഞിട്ടില്ല. അപ്പോ എന്തുകൊണ്ട് ഈ സുരേഷ് ഗോപിക്കെതിരെ സംസ്ഥാന നേതാക്കൾ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ പ്രസ്താവന ഇറക്കുന്നു എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തുന്നു? സുരേഷ് ഗോപിക്കെതിരെയല്ല, അവരവരുടെ നോർമൽ അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ വ്യാജ പ്രചരണങ്ങൾ നടത്തി സുരേഷ് ഗോപിയെ താറടിച്ചു കാണിക്കുക, ബി.ജെ.പിക്കുള്ളിൽ ഒരു ആഭ്യന്തര കലാപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു പ്രതീതി ജനങ്ങളിൽ എത്തിക്കുക, അതോടെ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ എന്ന് പറയുന്നത് ഈ ബി.ജെ.പിയും കോൺഗ്രസ് പോലെ ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്, സ്ഥാനമോഹികളാണ് എന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അപ്പോ അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, സുരേഷ് ഗോപിക്ക് കടിഞ്ഞാണിടാൻ കേന്ദ്രത്തോട് പരാതി പറഞ്ഞു ആര്? അനൂപ് ആന്റണി. ഈ പരാതി അനൂപ് ആന്റണി കൊടുത്തു എന്നുള്ളത് അനൂപ് ആന്റണി തന്നെ അറിഞ്ഞോ എന്നുള്ളത് സംശയമാണ്. ഇനി ഈ എയിംസ് എന്ന് പറയുന്നത് എവിടെ വരണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് തമിഴ്നാട് സർക്കാർ എന്ന് പറയുന്നത് അവരുടെ സംസ്ഥാനത്തിന്റെ വികസനം, അവരുടെ സംസ്ഥാനത്തുള്ള ജനങ്ങളുടെ ക്ഷേമം മാത്രമാണ് നോക്കുന്നത്. അത് ഏത് സർക്കാരാണെങ്കിലും അതുപോലെ തന്നെയാണ്. അതുപോലെയാണോ കേരളത്തിൽ UDF-ഉം LDF-ഉം ചെയ്യുന്നത്? ഈ തമിഴ്നാട്ടിൽ നോക്കിക്കോളൂ, മധുര എന്ന് പറയുന്ന സ്ഥലത്താണ് എയിംസ് ഉള്ളത്. അവർക്ക് കോയമ്പത്തൂരിൽ നിന്നും സേലത്ത് നിന്നും അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നും ഈ കന്യാകുമാരിയിൽ നിന്നും എല്ലാം ഏകദേശം 250 കിലോമീറ്ററിൽ താഴെയാണ് ഈ എയിംസിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. വെല്ലൂര് മാത്രമാണ് വളരെ ദൂരെയായി കിടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ അവര് കൃത്യമായിട്ട് സംസ്ഥാനത്തിന്റെ ഒത്ത നടുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു സ്ഥലമാണ് മധുര എന്നുള്ളത് അവർ തെരഞ്ഞെടുത്ത് അവിടെ എയിംസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ കേരളത്തില് ഇപ്പോ കാസർഗോഡ് BJP ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു എന്ന് പറയുന്നു കാസർഗോഡ് എയിംസ് വരണം. കാസർഗോഡ് വേണ്ടത് മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജ് തരേണ്ടത് സംസ്ഥാന സർക്കാരാണ്. എയിംസ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒത്ത നടുക്ക് വരികയാണ് വേണ്ടത്. എയിംസ് കാസർഗോഡ് കൊണ്ടുവന്ന് വെച്ചാൽ ആർക്കാണ് പ്രയോജനം? ഈ കർണാടക സർക്കാരിനാണ് പ്രയോജനം, അല്ലെങ്കിൽ കർണാടകയിലെ ജനങ്ങൾക്കാണ് പ്രയോജനം. അല്ലാതെ കേരളത്തിനല്ല. കേരളത്തിന്റെ ഒരു അറ്റത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഒരു കാര്യവുമില്ല. മാത്രമല്ല ട്രിവാൻഡ്രത്ത് ക്യാൻസർ സെന്റർ ഉണ്ട്, മെഡിക്കൽ കോളേജ് ഉണ്ട്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ട്രിവാൻഡ്രത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോ മധ്യ കേരളത്തിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് എയിംസ് വരേണ്ടത്. അത് മുൻനിർത്തിയാണ് സുരേഷ് ഗോപി സംസാരിക്കുന്നത്. മാത്രമല്ല വ്യക്തമായി സ്ഥലം വരെ സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അതായത് ഉദയ സ്റ്റുഡിയോനോട് ചേർന്ന് കിടക്കുന്ന 300 ഏക്കർ ഭൂമി എയിംസിന് സർക്കാർ നൽകാൻ തയ്യാറാവണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അതിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന മറ്റ് 300 ഏക്കർ കൂടി സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാവണം. എന്നിട്ട് അതും എയിംസിന് വേണ്ടി അനുവദിക്കണം. അങ്ങനെ 600 ഏക്കർ അനുവദിക്കാനുള്ള ഓൾറെഡി പ്രൊവിഷൻ അവിടെ ഉണ്ട്. അത് കേരളത്തിന്റെ ഒത്ത നടുക്കാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, കേരളത്തിൽ നിന്ന് എയിംസിനുള്ള ആപ്ലിക്കേഷൻ പോയപ്പോ കേന്ദ്രമന്ത്രി നിരവധി തവണ നോക്കുമ്പോഴും ട്രിവാൻഡ്രം എന്നാണ് ഈ കേരള സർക്കാർ, അതായത് പിണറായി സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അവിടെ ആലപ്പുഴയല്ല കാണുന്നത്. ആലപ്പുഴയല്ലാത്തത് കൊണ്ടാണ് കേന്ദ്രമന്ത്രി അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ഒരു കലുങ്ക് സംവാദത്തിൽ സുരേഷ് ഗോപി പറഞ്ഞു. അപ്പോ ഇവിടെ കേരളത്തിൽ വരണം, അത് കേരളത്തിന് ഉപകാരപ്രദമാവണം. അല്ലാതെ കാസർഗോഡ് കൊണ്ടുപോയി വെച്ച് അത് കർണാടകയ്ക്ക് ഗുണം ചെയ്യുന്ന രീതിയിലും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയി വെച്ച് അത് തമിഴ്നാട് ഗുണം ചെയ്യണം എന്നുള്ള രീതിയിലും അല്ല എയിംസ് വരേണ്ടത്. കേരളത്തിന്റെ ഒത്ത നടുക്ക് എറണാകുളത്ത് സ്ഥലമില്ലാത്തതിന്റെ പേരിൽ പ്രധാനമായി വികസനം എത്താത്ത CPM-കാർ നശിപ്പിച്ച ആലപ്പുഴ ജില്ലയിൽ തന്നെ എയിംസ് വരണം എന്ന് സുരേഷ് ഗോപി പറയുന്നത് ന്യായീകരിക്കാവുന്നത് തന്നെയാണ്. പക്ഷേ അഭിപ്രായ സമന്വയം വേണം. എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. വോട്ട് മുന്നിൽ കിടക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും. അവിടെ ആഭ്യന്തര കലാപമല്ല വേണ്ടത്. എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. BJP-യെ ജയിപ്പിക്കാൻ കേരളം തയ്യാറായി നിൽക്കുന്നു. അവസാന നിമിഷം കലമുടക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്.